തലയൊക്കെ ചെയ്യുവാണോ സാറേ? അങ്ങനെ ഒരു മാസത്തെ വീട്ടിലെ ജീവിതത്തിന് ശേഷം നമ്മള് വീണ്ടും കോളേജിലോട്ട് ഒരു പോക്ക്. ഇല്ല, കരുവായി, കുഴപ്പമില്ല. തല കുളിക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് കുളിക്കുക. കറണ്ട് പോയി. വെള്ളം നോക്കിയൊക്കെ. അപ്പൊ നമ്മള് പോകുന്ന കറക്റ്റ് ടൈം വെള്ളം വന്നു കേട്ടോ. പോകാൻ വേണ്ടി തുടങ്ങാണ്. കുളിക്കുമ്പം തലയൊക്കെ ശ്രദ്ധിക്കുക, പുറം ശ്രദ്ധിക്കുക. കൈക്ക് വേദനയുണ്ടോ ഓയിൽമെന്റ് ഒക്കെ തേക്കുക. മരുന്ന് എടുത്ത് വെച്ചു, ഓയിൽമെന്റ് എടുത്ത് വെച്ചു, കടലയുടെ കോളർ എടുത്ത് വെച്ചു. വീണ്ടും കറണ്ട് പോയി വീണ്ടും കണ്ടു വന്നും പോയി നിൽക്കുന്നു. അപ്പൊ പോവാണ്. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു കേട്ടോ. ഒരു വലിയ എനിക്ക് കൈക്കും ഒരുപാട് വെയിറ്റ് എടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇവിടെ വലിയ ലോഡും കാര്യങ്ങളൊന്നും ഉണ്ട്. വെയിറ്റ് കുറവാ. കുറച്ച് സാധനങ്ങൾ മാത്രം തിന്നാനുള്ള. പിന്നെ എൻ്റെ ഒരു ഫോണ് ദുബായിക്ക് പോവാണ്. അപ്പൊ കുറെ ദിവസമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടില് ഒരു സൗണ്ട് വരുന്നുണ്ട്. സൗണ്ട് വരുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ഷൗമിയുടെ പുതിയ ഫോൺ എടുത്തതിന്റെ വീഡിയോ, ഫോൺ അടിപൊളിയാണ്. വീഡിയോ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി എല്ലാം ഉണ്ട്. പക്ഷെ അതിന്റെ സൈഡിൽ നിന്ന് ചെറിയ നോയ്സ് ആയിരുന്നു. അപ്പം 1 ഇയർ ആകാത്തോണ്ട് നമുക്കിത് കൊടുത്തിട്ട് ഒന്നെങ്കിൽ പുതിയത് തന്നെ ഇങ്ങോട്ട് എടുക്കാം. ഇല്ലേല് അപ്ഡേഷൻ ഇതാണ്. ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടും ശരിയായില്ല. അപ്പൊ എന്തെങ്കിലും ഓണായി കിടക്കുവാണോന്ന് അറിയത്തില്ലോ. അളിയും പറഞ്ഞ് ഈ ഫോണിൽ കയറ്റി വിട്ടേക്ക് നമുക്ക് നോക്കാം. അപ്പൊ അനുവേട്ടം പോകുന്ന കൊടുത്തി ഫോണും കൂടെ കൊടുത്തു വിടാം. നമുക്ക് എന്നെ നോക്കാലോ. അപ്പൊ അതിന് വേണ്ടി ഫോണ് കൊടുത്തു വിടണം. അപ്പൊ ഇനിയിപ്പോ ഈ ഒരു ഫോൺ മാത്രമേ ഉള്ളൂ എന്റെ കയ്യില്. അപ്പൊ ഇതിനാണെങ്കിൽ സ്റ്റോറേജ് സ്പേസും ഇല്ല. അമ്മ അയച്ചു തരുന്ന വീഡിയോ ഒക്കെ ഈ ഫോണിൽ വന്നിട്ട് അത് നോക്കിയിട്ട് വേണം എഡിറ്റ് ചെയ്യാൻ. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കണം. കുട്ടുമോനെ തിരക്ക് പിടിച്ച് നടക്കുവാണ്. കുളിച്ചിട്ട് വന്ന് സർവ്വ തുണികളും എന്റെ മെഷീനെ കൊണ്ടിട്ടിട്ടുണ്ട്. എല്ലാം അലക്കാനുള്ള എല്ലാം മെഷീനിലിട്ടാ വാരിയിടുന്നേ. വെച്ചു. ഇനിയിപ്പം ഇത്രയോ ദിവസം ലോങ് ലീവ് അല്ലേ, അടുത്ത ഉടനെ ഒന്ന് വരവൊന്നും നടക്കില്ല. എനിക്കാണെങ്കിൽ ഒരു 2 ആഴ്ച കഴിയുമ്പോ എനിക്ക് വരണമെന്ന് തോരയാ. ഇനി അങ്ങനെ വരാനൊന്നും. ഇനിയിപ്പോ അറ്റൻഡൻസ് ഒന്നും കിട്ടത്തില്ല. ഇന്നൊരു കമന്റ് കിടക്കുന്നുണ്ട്, ശ്രീകുട്ടൻ പഠിക്കുന്ന കോളേജ് ഏതാണ്, അവിടെ BSc നേഴ്സിംഗ് ഉണ്ടോന്ന് ചോദിച്ചിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഞാൻ മിക്ക വീട്ടിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാരും LBS ഒക്കെ നോക്കി നിൽക്കുക. ഒരു 85% മണ്ടേ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രം LBS നോക്കി നിന്നാൽ. ഇപ്പം എന്നാ വെച്ചാൽ കുറെ ഈ വട്ടം പിള്ളേർക്ക് അത്യാവശ്യം എല്ലാവർക്കും 90 എബോവ് മാർക്ക് ഉള്ളതുകൊണ്ട് LBS ഒക്കെ 2 ആഴ്ച വന്നിട്ട് നോക്കാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പം വേറെ സ്ഥലങ്ങളിൽ കിട്ടിയെന്ന് വരില്ല. LBSന്റെ റിസൾട്ട് വരുമ്പോഴത്തേനും ബാംഗ്ലൂർ ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും സീറ്റ് ഫില്ലായിരിക്കും. അപ്പൊ തണുപ്പായത് ഇതൊക്കെ ഇട്ടിട്ട് പോകാവേ. അവിടെ ചെന്നാലും ഭയങ്കര തണുപ്പാണ്. അപ്പൊ മഴയൊക്കെ. അപ്പൊ പോയിട്ട് വരാം. എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഉണ്ടായാലും വല്ലതെയും പരിക്കൊന്നും പറ്റാതെ രക്ഷപ്പെട്ടു. അല്ലാതെ പറ്റി കുറെ ദുരിതിച്ചു, കുറെ വേദനയ്ക്ക് തിന്നു വന്നാലും ജീവൻ തിരിച്ചു കിട്ടിയില്ലേ, അത് തന്നെ വലിയ ഭാഗ്യം. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ വേണം. പോയി പഠിച്ചു മുടക്കാനായിട്ട് വാ. അതെ, ഒരു മാസത്തെ ഗ്യാപ്പിന് ശേഷം പോവാൻ തോന്നുന്നില്ല, അതാണ് പ്രശ്നം. ഇത്രയും ദിവസം സുഖമായിരുന്നു. 10 മണി എണ്ണീറ്റാണ് ഇന്ന്. അതായിരുന്നു ഏറ്റവും സന്തോഷം. അവിടെ ഇനി 8 മണിക്ക് എണ്ണീറ്റാൽ പോലും നടക്കില്ല. 8 മണിക്ക് കൊണ്ട് ചെല്ലണം. അപ്പം പപ്പ റെഡി ആയിട്ട് നിൽക്കോട്ടെ. ഇച്ചിരി താമസിച്ചു പോയി നമ്മള്. വെള്ളം കൂടെ വന്നോണ്ടേ, വെള്ളം വന്നു. ഇടയ്ക്ക് മോട്ടർ ഒന്ന് കേടായി, അതൊക്കെ നന്നാക്കി പറക്കി എടുത്തപ്പോ പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. ഒരു മാസം നിന്നാലും ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പം മഴ ആയില്ലേ, ഈ കട്ട എവിടെയെങ്കിലും പറക്കി വെക്കണം കേട്ടോ. അത് ഞാൻ പപ്പയും കൂടെ തോർച്ച് നോക്കി. മറ്റേ ചേട്ടൻ അവിടെ തിരിക്കാനുള്ള തിരിച്ചിട്ട് മണ്ണ് അപ്പത്തോട്ട് ഇടാൻ പറ കേട്ടോ. കുറച്ച് കൊണ്ട് പറമ്പിട്ടും കയറ്റിടാൻ പറ. അവിടെ തിരിച്ചിട്ട് ബാലൻസ് ഇങ്ങോട്ടുള്ള മൊയിലും കൊണ്ട് ഇവിടെ തിരിക്കുമ്പോൾ കട്ട തിരിച്ചോളാൻ പറ കേട്ടോ. ഇനിയിപ്പോ മഴ കുറഞ്ഞിട്ട് എന്നേലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കടച്ചക്ക കുറച്ചൊന്ന് പോകണം നടത്താം, കറി വെക്കാൻ വേണ്ടി. അതും നടന്നില്ല. ചക്കക്കുരു തരണമെന്ന് ഓർത്താ അതും മറന്നുപോയി. അപ്പോൾ രാവിലെ ഒരാൾ, മഴക്കാലമല്ലേ, രാവിലെ ഇറങ്ങി നോക്കിയപ്പോൾ ഇഷ്ടം പോലെ ചെറിയ കച്ചിക്കൂണൊക്കെ നിൽപ്പുണ്ടേ. അത് പറിക്കുക. കച്ചിക്കൂണെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള സാധനമല്ലേ. ഇതെന്താ മോളമ്മ രാവിലെ ഇറങ്ങി പറിക്കാൻ തുടങ്ങി. ഒരുപാട് നിൽപ്പുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടേ. കുറച്ച് എല്ലാവരും നിൽക്കുക. ഇതേ കപ്പയുടെ ചുവട്ടിലൊക്കെ നിൽപ്പുണ്ട്.
ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. ഇതുണ്ടോ ഇതിന്? ഈ വാഴക്കച്ചിയുടെ വാഴക്കച്ചീര അവിടെ ഉണ്ട്, താഴോട്ടുണ്ട്. കുറച്ച് എല്ലായിടത്തും ഇങ്ങനെ വന്ന് നിൽക്കുക. ആ കാപ്പിച്ചോട്ടിലൊക്കെ ഇന്നലെ ഉണ്ടായെന്ന് തോന്നുന്നു, നമ്മൾ കണ്ടില്ലായിരുന്നല്ലേ. അതെ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപടി എല്ലാം ഉണ്ട് കേട്ടോ. നല്ല വൃത്തിയുള്ള സ്ഥലമാണേ. നല്ല കച്ചിക്കൂണ ഉണ്ടായി നിൽക്കുന്നത് ഉണ്ടോ, ഇവിടെ എല്ലാം ഉണ്ട്. അതുകൂടാതെ കണ്ടറി ഇതേ ഇവിടെ താഴെ ഒരുപാടുണ്ടറി. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇത് പറിച്ചെടുക്കുക ഒരു പണിയാണ് കേട്ടോ. അതായത് പയ്യെ ഇരുന്ന് പറിക്കണം. എൻ്റെ താഴത്തെ ഏറത്തിൻ്റെയൊക്കെ ചൂട്ടി നിൽക്കുന്നു, ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട്. മൂത്ത് പോയോ? ഇല്ലല്ലോ, ചിലത് മൂക്കാം. ഉറുമ്പ് കടിക്കുന്നുണ്ടേ. കണ്ടോ, അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്, അടിപൊളിയായിട്ട്. അപ്പോൾ ഉള്ളത് കേടില്ലാത്തതേ പറിച്ചെടുക്കുക. ഈ വർഷം സത്യം പറഞ്ഞാൽ നമ്മൾ കൂണേറി കൂട്ടില്ല അല്ലേ. ഞാൻ ഈയിടെ ഇവിടെ ഇടി വെട്ടിയപ്പം കുട്ടനോട് പറയുകയും ചെയ്തു, ഈ വർഷം ഇതുവരെ കൂണേറി കൂട്ടിയില്ല, കൂണുണ്ടാകുമായിരുന്നു, നല്ലതായിരുന്നു. അതെ അതെ. ഇപ്പം രാവിലെ ഇത് കണ്ടപ്പം ഒരു സന്തോഷമായി. ശ്രീകൂട്ടനുണ്ടായിരുന്നെ അവന് ഭയങ്കര ഇഷ്ടമായി, ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ശ്രീകൂട്ടൻ. അവനങ്ങ് പോവുകയും ചെയ്തു. അന്നേരത്തെ നമുക്കിത് കിട്ടുകയും ചെയ്തേ. ഇനി ഇത് പറിച്ചെടുക്കണമെങ്കിൽ ഒരു പണിയാണ്. കത്രിക കൊണ്ടുവരുമായിരുന്നല്ലോ, അതിൻ്റെ അടിയിൽ കട്ട് ചെയ്തെടുക്കായിരുന്നു. ഞാൻ കത്രിക എടുക്കാൻ മറന്നും പോയി. ഇനിയിപ്പം നമുക്ക് വീട്ടിൽ ചെന്നിട്ടേ എല്ലാം പറിച്ചോണ്ട് പോയിട്ട് ഒരുക്കി പറക്കി എടുക്കാം. പുറകെ കൊക്കോയൊക്കെ പഴുത്ത് കിടപ്പുണ്ടല്ലോ. പഴുത്ത് വരുന്നേ ഉള്ളൂ. താഴോട്ടുണ്ടോ എന്ന് നോക്കട്ടെ. താഴോട്ടുണ്ടോ നോക്കാം. താഴത്തെ തൊട്ടി കാണുന്നില്ല കേട്ടോ, താഴത്തെ തൊട്ടിയിലില്ല. താഴത്തെ തൊട്ടിയിലൊന്നുമില്ല, ഇതിനകത്തൊക്കെ ഉള്ളതേ ഉള്ളൂ. ആ ആ അയ്യോ, അതേ നിറച്ചുകൊണ്ട് കേട്ടോ. ഓറഞ്ച് ഇഷ്ടം പോലെ കിടപ്പുണ്ട് പഴുത്തേ. അത് പറിക്കണമല്ലോ നമുക്ക്. അത് കേടായിപ്പോയി. ഇതുണ്ടോ ചെറിയ ഓറഞ്ച്, നല്ല മധുരമുള്ള കുഞ്ഞ് ഓറഞ്ചാ കേട്ടോ. ഇതിന്റെ മണ്ടയിലുണ്ട്, പഴുത്ത് കിടക്കുമോ മൊത്തം. എഴുതി കിടക്കുക, പറിച്ചെടുക്കാം. നമുക്ക് ഏണി എടുത്തോണ്ട് വന്ന് പറിക്കണം. ഇന്ന് രാവിലെ കൂണ് പറിക്കാൻ വന്ന കൂടെ നല്ല ഓറഞ്ചും കെട്ടിയിട്ടുണ്ട്. മണ്ടയിലോട്ട് കയറി നോക്കിയാൽ അറിയാമായിരുന്നു ഇനി ഉണ്ടോന്ന്. അതെ, ഇനി ഇല്ലെന്ന് തോന്നുന്നു. ഇന്നലെ ഒരു ചെറിയ കാറ്റൊക്കെ വീശിയില്ലേ, അന്നേരം പൊഴിഞ്ഞ് വീണതാ. വെയിലൊക്കെ തെളിഞ്ഞ് വരുന്നേ ഉള്ളൂ കേട്ടോ, രാവിലെ വരുന്നേ ഉള്ളൂ. ഇന്നിപ്പം മഴയൊക്കെ കുറവാ, പണിയാനൊക്കെ നല്ല ഒരു കാലാവസ്ഥയാണ് അല്ലേ. അതെ അതെ. അപ്പോൾ ഒരു ചാമ്പ നിറച്ച് ചാമ്പങ്ങ ഉണ്ടായിരുന്നേ, എല്ലാം നിലത്ത് വീണ് കിടക്കുക. ഇതൊക്കെ നാട്ടിൻപുറത്തൊക്കെയാണെങ്കിൽ ഓരോരുത്തർ വൈനിടുകയും അച്ചാറിടുകയും ഒക്കെ ചെയ്യും. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, എല്ലാം പൊഴിഞ്ഞ് കിടക്കുകയാണ്. എനിക്ക് മഴയായപ്പോഴത്തേക്ക് അങ്ങ് ചീർത്തു ഉണ്ടോ, കൊലകൊലയായിട്ട് കിടക്കണുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട് കിടപ്പേ. മുഴുത്ത ചാമ്പങ്ങയല്ലേ. ഇങ്ങനെ വയ്ക്കണം. നല്ല റെഡ് കളറാ. അതെ, അച്ചാറിടാനൊക്കെ. അന്നേരം രാവിലെ ഓറഞ്ച് കിട്ടി, ചാമ്പങ്ങ കിട്ടി, കൂണ് കിട്ടി. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ നമുക്ക് രാവിലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഒരു അടിപൊളി ദിവസമായിരിക്കും. കാരണം നമ്മൾ മറ്റേ ഇറച്ചികളൊക്കെ മട്ടൻ തിന്നുന്ന ഫലമാണെന്നാണ് പറയുന്നത്, കൂണ് തിന്ന. ഇതായിട്ട് അതിൻ്റെ ചുവട്ടി കുറേ കൂണ് നിൽപ്പുണ്ടേ, കണ്ടോ. അതെല്ലാം പറിച്ചെടുത്തു. അങ്ങോട്ടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി, അവരോട് കുറച്ച് അവരോട് ഉണ്ടെങ്കിൽ പറയാം. കുറച്ച് നമുക്ക് നമ്മുടെ പറമ്പിലേക്ക് നമുക്ക് പറിച്ചെടുക്കാം. അപ്പുറത്തൊക്കെ നിൽപ്പുണ്ട്. പറിച്ചെടുക്കുന്ന ഏറ്റവും വലിയ പണി. കുത്തിപ്പിടിച്ചെന്ന് പറിക്കണ്ടേ, അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരുക്കണം. അതൊക്കെ വേണം, നല്ല ടേസ്റ്റുമാണ്. കഷ്ടപ്പാടുണ്ട്. പക്ഷെ കറി വെച്ച അടിപൊളി ടേസ്റ്റ് അല്ലേ. എനിക്ക് വറുത്തരച്ച് വെക്കുന്ന ഏറ്റവും ഇഷ്ടം കേട്ടോ. അതെ, അല്ല കൂണ് വറുത്തരച്ച് വെക്കുന്നതാണ് നല്ലത്. ശ്രീകൂട്ടൻ്റെ തോരൻ വെക്കുന്ന ഇഷ്ടം. ഇന്ന് നമുക്ക് ഞാനാണെങ്കിൽ ഇന്ന് ഫ്രിഡ്ജിൽ നിന്ന് മീനെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടാണ് വന്നത്. എന്നാൽ മീൻകറി വെക്കാൻ നിർത്തുണ്ട്. അത് കുഴപ്പമില്ല. അല്ല, കൂണും മീനും കൂടെ കൊള്ളിയെന്നൊക്കെയല്ല എല്ലാവരും പറയും. കൂണും മീനുമല്ല, പന്നിയിറച്ചിയും കൂണുമാണ്. ആണോ? കൊള്ളിയെന്ന് പറയുന്നത്. എന്നാണ് ഇന്ന് നമുക്ക് കൂണ് കറിയാം. ഓക്കെ.
അപ്പോൾ പറിക്കാം അല്ലേ? പറിക്കാം. അപ്പം ഞാൻ റെഡി ആയിട്ട് പോര വരെ പോകാനായിട്ട് ഒരുങ്ങിയതാണ് കേട്ടോ. കുട്ടേട്ടൻ കാലും കൈയൊക്കെ കഴുകുന്നുണ്ട്. ഞാനും കുട്ടേട്ടനും കൂടെ പോകുന്നത്. രാവിലെ കുട്ടേട്ടൻ പറമ്പിൽ ഇച്ചിരി പണിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിപ്പം ഏകദേശം ഒരു 12 മണിയോളമായി. അന്നേരം വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ സിറ്റിക്ക് പോകാനായിട്ട് ഒരുങ്ങുവാണ്. നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ വരെ പോകണം. 1 മണിക്ക് മുമ്പ് ചെന്നാലേ നമുക്ക് സാധനങ്ങൾ അയക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഒരു 12 മണിയായില്ലേ, ഇപ്പം ഒന്ന് പോയേക്കാന്ന് ഓർത്തുകൊണ്ടാണ്. പനി വന്നിട്ട് എൻ്റെ ആ ഒച്ചയുടെ അങ്ങ് മാറിയില്ല കേട്ടോ. വർത്തമാനം പറയുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ട് എനിക്ക് തൊണ്ടയ്ക്ക്. ആ തൊണ്ടവേദന ഇതുവരെ അങ്ങ് മാറിയില്ല. ഇപ്പം കാര്യം പറഞ്ഞാൽ 3-4 ദിവസമായി. എന്നിട്ടും തൊണ്ടവേദന അങ്ങ് കുറഞ്ഞില്ല. ടോൺസിലൈറ്റിസ് വന്ന് തൊണ്ടയെല്ലാം പൊട്ടിയായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു തൊണ്ടയുടെ ആ സൗണ്ട് അത്ര ക്ലിയർ ആയിട്ടില്ല ഇതുവരെ. മരുന്ന് കഴിക്കുന്നുണ്ട്, പെയ്യെ കുറയുള്ളെന്ന് ഡോക്ടർ പറഞ്ഞു. അന്നേരം അതിൻ്റേതായ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് കഴുത്തിനും തൊണ്ടയ്ക്കും ഒക്കെ ഉണ്ട്. ഇനിയിപ്പം എന്തായാലും നമുക്ക് പാഴ്സലൊക്കെ അയക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകാമെന്ന് വെച്ചു. പിന്നെ നമ്മുടെ വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അതെല്ലാം കൂടെ കൂടി അങ്ങ് പോകാമെന്ന് വെച്ചു. അന്നേരം ഇപ്പം ഇന്ന് 4 പാക്കറ്റാണ് നമുക്ക് അയക്കാനുള്ളത് കേട്ടോ. ഇത് കൂപ്പൊടിയുണ്ട്, കുടംപുളി, വാളംപുളി, മഞ്ഞൾപ്പൊടി, നമ്മുടെ ഗരം മസാല, മുളക് പൊടി എല്ലാം ഉണ്ട് കേട്ടോ. ഒരു 1/4 കിലോ 1/2 കിലോ വീതം എല്ലാം മേടിച്ചിട്ടുണ്ട് ഓരോരുത്തർ. അതെല്ലാം കൂടെ കൂടിയാണ് പാഴ്സൽ ചെയ്തേക്കുന്നത്. ശനിയാഴ്ച കിട്ടിയ ഓർഡറാണേ. നമുക്ക് ഞായറാഴ്ച അവധിയല്ലായിരുന്നു. അതുകൊണ്ട് തിങ്കളാഴ്ച ദിവസം ഇന്ന് തിങ്കളാഴ്ച അയക്കാൻ പോവുക. മഴക്കാലമാണ്. ഇവരിവിടുത്തെ കൊച്ചു വിശേഷങ്ങളും വീഡിയോസൊക്കെ എടുത്ത് തരും. എനിക്ക് സമയം കിട്ടുന്ന പോലെ ആയിരിക്കും ഞാൻ എഡിറ്റ് ചെയ്തിടുന്നത് കേട്ടോ. ചിലപ്പോൾ 1-2 ദിവസമൊക്കെ വീഡിയോ വന്നില്ലെന്നിരിക്കും. അപ്പം ആരും വിഷമിച്ചേക്കില്ല. സിറ്റുവേഷൻ കൊണ്ടാണ്. എനിക്കിപ്പം പോസ്റ്റിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം എനിക്ക് 8 മണി തൊട്ട് 4 മണി വരെ പോസ്റ്റിങ്, 12 മണി വരെ പോസ്റ്റിങ്, അത് 1 മണിക്കൂർ ക്ലാസ്, ഉച്ച കഴിഞ്ഞ് വേറെ ക്ലാസ്, അങ്ങനെയൊക്കെ പറഞ്ഞേ. അപ്പം അതിൻ്റെ കൂടെ ഇനിയിപ്പം വൈവ സ്റ്റാർട്ട് ചെയ്യും. കുറേ റിക്വയർമെൻ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാണ്ട്. അപ്പോൾ ഫുള്ള് തിരക്കായിരിക്കും. അപ്പോൾ സമയം കിട്ടുന്ന പോലെ ആയിരിക്കും വീഡിയോ എഡിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയുള്ളായിരുന്നു. തെറ്റാപ്പി. അപ്പം നമുക്ക് രാവിലെ ഒരു ചേട്ടൻ പണിയാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ശ്രീകുട്ടനെ ഇരിക്കപ്പുറത്തില്ല കേട്ടോ. പപ്പ ഓരോന്ന് ചെയ്യുന്ന കാണുമ്പോൾ എപ്പോഴും പപ്പയുടെ കൂടിയേ പണിയാൻ ഇറങ്ങുന്നതല്ലേ. എന്നിട്ട് കൈയും വേറെന്നും പറഞ്ഞ് ഇരിക്കുമായിരുന്നു. ഇരുന്നോണ്ടുള്ള പണിയാണ്. പെരക്കകത്തിരുന്നിട്ട് അവന് ഇരിക്കപ്പുറത്തില്ല. ആ അതൊരു പോർഷനായിട്ട് എന്തെങ്കിലുമൊക്കെ നടാം. ഇന്നത്തെ പിന്നെ കൊടി നമ്മുടെ ഓർമ്മയിൽ സത്യം പറഞ്ഞാൽ 10-25 കിലോയ്ക്ക് മണ്ട കുരുമുളക് കിട്ടിക്കൊണ്ടിരുന്ന പറമ്പാണ്. അതെ. ഈ വർഷം അടുത്ത വർഷം 2 കിലോ പോലും കിട്ടിയതാ. കൊടിയെല്ലാം വെട്ടിക്കളഞ്ഞല്ലേ? എല്ലാം വെട്ടിപ്പറിച്ച് കളഞ്ഞു. പപ്പായ്ക്ക് ഒരു 3-4 മൂട് നല്ല കരിമുണ്ട കൊടി കിട്ടുന്നുണ്ട്. അപ്പം തിരിക്കുവാണല്ലേ, ഒരു തട്ടായിട്ട് നമുക്ക് വളം ഇടാനാണെങ്കിലും പണിയാനാണെങ്കിലും എളുപ്പമുണ്ട്. ഇല്ല മണ്ണ് ഒഴുകി പോവുകയും ചെയ്യും മഴ പെയ്യുമ്പോൾ. അപ്പോൾ ചോറൂണൊക്കെ കഴിഞ്ഞാൽ രാവിലെ വേറെ ചേട്ടനുണ്ടാകുന്ന പണിയാൻ അവരും ആ ചേട്ടനും പപ്പായും കൂടെ പടങ്ങും. ഉച്ച കഴിയുമ്പോൾ ഇവര് പണിയുന്നത് എനിക്ക് ഇരിക്കപ്പെടുത്തില്ല. ഞാൻ 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പൊ ഞാൻ ചുമ്മാ ചെയ്യുന്ന വർത്താനൊക്കെ പറഞ്ഞ് ഓരോ കല്ലൊക്കെ പറക്കി സൈഡുമ്പോഴേ തിരികെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു. പപ്പായെ സഹായിക്കുവോ അല്ലേ? പപ്പ ഒന്ന് ഓടിച്ചതാ, കയറി പോടാ പറിക്കാത്തൊന്നും പറഞ്ഞോണ്ട്. അപ്പൊ എന്നെ ഒന്ന് ഉറപ്പിച്ചതാ. ഇത് കണ്ടോ, വീണ്ടും വന്നതാ. സൈഡും വഴി ഇങ്ങനെ ഒരു ചെറിയ കയ്യാല നമ്മൾ വെച്ച് കൊടുത്തു. 2 തട്ടായിട്ട് തിരിച്ചിട്ടേ, അവിടുന്ന് ഇങ്ങനെ ഒരു തട്ട്, പിന്നെ ഇവിടുന്ന് താഴോട്ട് കണ്ടോ, താഴോട്ട് ഇങ്ങനെ ഒരു തട്ട്, 2ആയിട്ട് അങ്ങ് തിരിച്ചു. നല്ല മണ്ണാണേ അല്ലേ? കല്ലൊന്നും ഇല്ലാത്തേ. കല്ലൊന്നുമില്ല. അത് ഈ മണ്ണ് ഫുള്ളായിട്ട് ഇളക്കിയിട്ട് കുറച്ച് വളവും കാര്യങ്ങളെല്ലാം ഇട്ടിടണം. കുറച്ച് കുമ്മായോ കുറച്ച് വളമെല്ലാം ഇട്ട് ഒരു മാസം ഇട്ടിട്ട് വേണം എന്തെങ്കിലും നടാൻ. പക്ഷെ ഇടമഴ കഴിഞ്ഞ് നടിയിലും നടക്കരുത്. മഴ ഇടത്തോർച്ചയല്ലേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ നട്ട് പോവാം. പക്ഷേ പച്ചക്കറി ആണെങ്കിലും നമുക്ക് നടാലോ. നമ്മുടെ പച്ചക്കറി എല്ലാം മണ്ണ് ഫില്ല് ചെയ്യണം കേട്ടോ. മണ്ണ് ഫില്ല് ചെയ്ത് അങ്ങോട്ട് ചെറിയ സോപ്പ് പോലെ ആക്കണം. ഈ കെട്ടിനെക്കാളും ഹൈറ്റ് താന്നല്ലോ അപ്പുറത്തെ കെട്ട് നിൽക്കണം. അപ്പൊ അങ്ങോട്ട് സ്ലോപ്പാക്കി ഇങ്ങനെ വേണം. എന്നാലും എന്തെങ്കിലുമൊക്കെ നടാൻ പറ്റുള്ളൂ. ശ്രീകൂട്ടം കയ്യാലയുടെ ഇടയ്ക്കൂടെ എല്ലാം കുഞ്ഞുകല്ലെല്ലാം പറക്കി വെച്ച് ഫില്ലാക്കുക കേട്ടോ. നമ്മുടെ കടപ്ലാവേന്ന് കടച്ചക്കയാണ്ടേ ചീഞ്ഞ് കിടക്കുന്നു കേട്ടോ. ഉണ്ടോ, 2-3 ചീഞ്ഞ് വെറുതേതായിട്ട് പോയി. അടമഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇനി പപ്പ ഓടിക്കുന്നതിനും വരെ അവൻ ഇവിടെ ഇരിക്കും. കൈയുടെ വേദന ഇച്ചിരി മാറിയപ്പോഴത്തേന് പണിയാനായിട്ട് ഇറങ്ങിയേക്കുന്നു. മാവിൻ്റെ ഒരു കമ്പ് പറിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇട്ടിരുന്ന കേട്ടോ. അതിൽ നിന്ന് 2-3 കമ്പ് ചുമ്മാ അടത്തി ഇട്ട് കൊടുത്താണേ പിള്ളേർക്ക്. ഉണ്ടോ, മാവലയൊക്കെ തിന്നിട്ട് നീണ്ടു ദൂർന്ന് കണ്ണും അടച്ച് ഉറങ്ങുന്ന കേട്ടോ. ഒരനക്കവും ഇല്ല.
ഭയങ്കര ക്ഷീണമാണ് ഉള്ളിക്ക് തീറ്റ കഴിഞ്ഞപ്പോഴത്തേന്. ഒരാളിവിടെ ഇരുന്ന് ഇതുണ്ടോ മാവലയും വാഴയിലയും കൂടെ ചറുപുറ തിന്നുകൊണ്ടിരിക്കുന്നത്. ഓ എന്നാ ചവയുടെ പല്ലു വരെ കാണാം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കാപ്പിക്കുണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ. ഇതുണ്ടോ പുളിച്ച് നല്ല പരുവത്തിന് പൊങ്ങിയിരിക്കുക. ഇന്നലെ വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പം അരച്ചു വെച്ചതാണേ. ഇതുണ്ടോ നല്ല സെറ്റായിട്ടിരിക്കുക. കഴിഞ്ഞ ദിവസം എന്നോടൊരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഇടുക്കിയിൽ ഇത്രയും തണുപ്പൊക്കെ ഉണ്ടായിട്ട് മാവ് നല്ലോണം അരച്ചു വെച്ചാൽ പുളിച്ച് പൊങ്ങുന്നുണ്ടല്ലോ, അതിൻ്റെ ട്രിക്ക് എന്നാന്ന് കേട്ടോ. ട്രിക്കൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ എന്തെങ്കിലും ചേർക്കും. എന്നിട്ട് നല്ലോണം മാവ് കുഴച്ചങ്ങ് വെക്കും. രാവിലെ ആകുമ്പോഴത്തേന് ഇതുപോലെ നല്ല ഇതായിട്ട് പൊങ്ങിയിരിക്കും. ഇന്നലെ ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ എന്നും അരച്ച് വെക്കും, പക്ഷേ ഇത്ര നല്ല ഇതായിട്ട് പൊങ്ങി പുളിച്ച് ഇരിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇന്നലെ രാവിലെ ഇന്ന് ഇഡ്ഡലിയും സാമ്പാർ വെക്കുന്നില്ല കേട്ടോ. ഇന്ന് ഇച്ചിരി ചമ്മന്തി ഉണ്ടാക്കാൻ നിർത്തുകൊണ്ടാണ്. ഇന്നലെ ഇതാണ് നമ്മുടെ ഇന്നത്തെ കാപ്പിക്കുള്ള ഭക്ഷണം. അപ്പോൾ നമ്മുടെ ശ്രീകുട്ടൻ വന്നിട്ട് പോയി. തീർത്ത് ക്ഷീണമൊന്നും അങ്ങ് മാറിയില്ല. എങ്കിലും ദേഹത്തൊക്കെ ചെറിയ വേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പഠിത്തം നടക്കണമല്ലോ, അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വിട്ടു. അവിടെ ചെന്നിട്ട് കുഴപ്പമൊന്നുമില്ല. കൂട്ടുകാരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, സന്തോഷമായിട്ടിരിക്കുന്നു. ഒരു യാത്ര ചെയ്തതിന്റെ ക്ഷീണം ഉണ്ടായിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് പെടലിക്ക് വേദനയാണ്, കൈക്ക് വേദനയാണ്. ഇവിടുന്ന് രാത്രി സ്ലീപ്പറിനല്ലേ പോകുന്നത്. ഈ തലയിട്ട് ചെല്ലാനായിട്ട് ഇങ്ങനെ കുലുങ്ങി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര പെടലിക്ക് വേദനയെന്ന് പറഞ്ഞായിരുന്നു. കുഴപ്പമില്ല, എന്നാലും മരുന്നൊക്കെ ഉണ്ട്. 1 മാസത്തെ മെഡിസിൻ ഡോക്ടർ തന്നാ വിട്ടത്, അതൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ മരുന്നുമൊക്കെ തേക്കാനൊക്കെ ഉണ്ട്. DFOയുടെ ജെല്ലൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. കൈക്ക് വേദനയുണ്ട് തൂക്കാനൊക്കെ ആയിട്ടേ, അതൊക്കെ തൂത്തോണ്ടൊക്കെ ആയിരിക്കുന്നത്. അപ്പം മോളമ്മ ഒരു ദൂരയാത്ര പോവുകയാണ്. നേരെ മൂവാറ്റുപുഴ വരെ ഒന്ന് പോകുന്നുണ്ട്. പൊന്നൂൻ്റെ നാത്തൂൻ്റെ ഭർത്താവ് ഇവിടെ വന്നേ അനൂപ് വെളിയിലേക്ക് പോവുകയാണ്. അപ്പം മോളമ്മ എന്തൊക്കെയോ ഇച്ചിരി സാധനങ്ങളൊക്കെ പൊന്നൂന് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. അവിടെ അമ്മയും അച്ഛനും കൂടെ അവർക്ക് പിന്നെ എടുപ്പത ഒരു ആൾക്ക് 27 കിലോയെ കൊണ്ടുപോകത്തുള്ളൂ. അനൂപിനും കുറേ സാധനം കാണും. അതെ, അപ്പോൾ അത് ഇതെല്ലാം കൂടെ ഒരാളെ പോകുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൊണ്ടുപോക്ക് നടക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും മോളമ്മയെ ഇവിടുന്ന് ഇച്ചിരി സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതെ, വെറുതെ കൊണ്ടുപോയിട്ടെ. ഇനിയിപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ നമുക്കിവിടെ മൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ 2 പേർക്കും കൂടെ നടക്കുകയില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ ഒരു അതിഥി നമുക്ക് വന്നിട്ടുണ്ട്, അതിനെ പരിചയപ്പെടുത്താം. അത് നമുക്ക് ഉച്ച കഴിഞ്ഞൊരു വീഡിയോ എടുക്കാം അല്ലേ. അങ്ങനെയൊക്കെ ഇരിക്കുന്നു, സന്തോഷകരമായിട്ടിരിക്കുന്നു. അപ്പം എനിക്ക് പോക്ക് നടക്കുകയല്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുയലും ഇതെല്ലാം കൂടെ ഉള്ളതുകൊണ്ടേ ഒന്നേ ഞാൻ പോവുക, അല്ലേ മോളമ്മ പോവുക. അപ്പം മൂവാറ്റുപുഴയ്ക്ക് ഒരു യാത്ര ട്രിപ്പാണ്. ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനി എന്നാ മൂവാറ്റുപുഴയ്ക്ക് പോകുന്നത്, അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കണം, അവിടുത്തെ കുഞ്ഞു പിള്ളേരെ, അതായത് നമ്മുടെ അക്കുമ്മോടെ പിള്ളേരെ, അഞ്ചലിമ്മോടെ പിള്ളേരെയൊക്കെ കാണിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെ വിശേഷങ്ങളൊക്കെ കാണിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അന്നേരം അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതായിരിക്കും. അന്നേരം ഞങ്ങൾ സന്തോഷത്തിലാട്ടോ. ഇപ്പോൾ തിരുനാളായില്ലേ പോയിട്ട്. പണ്ട് ഒരു 4-5 മാസം മുമ്പ് ശ്രീകുട്ടനും ഒക്കെ ഉള്ളപ്പോൾ ഞങ്ങളൊന്ന് പോയതാണ്. ഞാനും പപ്പയും ഞങ്ങളൊന്ന് പോയതാണ്. അത് കഴിഞ്ഞ് പിന്നെ പോയില്ല. പിന്നെ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് അച്ഛൻ വല കെട്ടുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേന് പപ്പായ്ക്ക് ഭയങ്കര ആകാംക്ഷ കേട്ടോ. പക്ഷെ ഇപ്പൊ ഈ നമുക്കിവിടെ വെയിലായതുകൊണ്ട് അവിടെയും വെയിലാന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അവിടെ വെള്ളം ഇറങ്ങി പോയെന്നാ തോന്നുന്നത്. എങ്ങനെയാന്ന് അറിയത്തില്ല. എന്തായാലും ഇടയ്ക്ക് മഴ പെയ്യുമ്പം അച്ഛൻ വല കെട്ടി മീനൊക്കെ പിടിക്കുന്നുണ്ട്. ഒരു ദിവസം നമുക്ക് പോയിട്ട് എല്ലാവർക്കും കൂടിയേ ഒരു വീഡിയോ ഒക്കെ എടുക്കാം അല്ലേ. ഈ വർഷം ഇങ്ങനെ നിൽക്കുമ്പോൾ മഴക്കാലം കാണുമോ? മഴക്കാലമുണ്ട്. ചില ജൂൺ മാസം ഇങ്ങനെയാണ്, ഒരു 10-15 ദിവസം അങ്ങ് തെളിയും. അത് കഴിഞ്ഞിട്ട് കാലവർഷം ശരിക്കും അങ്ങ് പിടിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ വർഷം ജൂണിലൊക്കെ നല്ല മഴയല്ല. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം തൊട്ട് നമ്മുടെ ഇവിടെ മഴയില്ലായിരുന്നു. മഴ അങ്ങ് തുടങ്ങിയിട്ട് പിന്നെ നിർത്താതെ ഒരു സെപ്റ്റംബർ മാസം വരെ അങ്ങ് മഴ പെയ്യുമായിരുന്നു. ഈ പ്രാവശ്യം അതിനും കൂടെയുള്ള വെയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാണ്ട് ഇച്ചിരി നാളും കൂടെ വെയിൽ തെളിയട്ടെ. എന്നാ അറിയാം, നമ്മുടെ വഴി ഒന്ന് ഉണങ്ങട്ടെ. വഴി മഴ പെയ്ത് മൊത്തം ചെളിയായിട്ട് മൊത്തം കുളമായി കിടക്കുകയായിരുന്നു. ഞാനത് ഒരു സൈഡിൽ നിന്ന് ഇച്ചിരി പൊടിക്കല്ലൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും കുഴപ്പമില്ലല്ലേ. അതെ, നടന്നു പോകാൻ പാകത്തിനെങ്കിലേ റെഡിയാക്കി കൊടുക്കണ്ടേ. എന്നാന്ന് വെച്ചാൽ നല്ല വഴിക്ക് വേണ്ടിയാണ് നമ്മൾ മണ്ണിട്ട് കൊടുത്തത്. അത് പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് മഴ വരും നമ്മൾ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് മഴക്കാലവുമായി ശരിയായി വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ബുദ്ധിമുട്ട്. അതുകൊണ്ട് നമ്മൾ തന്നെ കല്ലൊക്കെ പറക്കിയിട്ട് റെഡിയാക്കി കൊടുക്കുവാണ്. അന്നേരം നമ്മുടെ ശ്രീകുട്ടൻ എന്നാ പറഞ്ഞാലും ഇവിടെയുള്ള ദിവസം ഉണ്ടല്ലോ ഒരോളമായിരുന്നു. അവൻ വയ്യാതെ ഇവിടെ വന്ന് വീട്ടിൽ കട്ടിലും കയറി കിടക്കുവാണെങ്കിൽ പോലും ഇപ്പോഴും
അമ്മയെന്ന് വിളിച്ചോണ്ട് പുറകെ ഇങ്ങനെ നിൽക്കും. അതെ. പിന്നെ എന്ത് കാര്യത്തിനാണെങ്കിലും അവനോട് ചോദിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഓരോന്ന് ചെയ്യുന്നത്. അവനുണ്ട് ഒരു പെരക്കാത്തൊരു ഓടോ. അതെ. പോയി കഴിഞ്ഞപ്പോൾ ഒരു മൂകതയായി. ഒച്ചയില്ല അനക്കമില്ല, പഴയതുപോലെ ഞങ്ങൾ രണ്ടുപേരും തന്നെ. എന്നാ പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ പിള്ളേരുണ്ടായാലും ഒരു സന്തോഷമുള്ളൂ കേട്ടോ. എന്തെങ്കിലും ഉണ്ടാക്കി പറക്കി കൊടുക്കാനാണെങ്കിലും നമുക്കൊരു ഉഷാറ് വരുന്നത് പിള്ളേരുണ്ടായാലും. ഇനി നമുക്ക് രണ്ടുപേർക്കും തന്നെ ഇത് ഇന്നത്തെ ഇത് മതി എന്നൊരു കണക്കൂട്ടലാവും. ആ സമയം പിള്ളേരുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പറക്കി കൊടുക്കാനൊക്കെ നമുക്കൊരു ഉന്മേഷമാണ്. അപ്പോൾ മോളമ്മ രാവിലെ നമ്മുടെ അയൽവക്കംകാർ കടച്ചക്ക പറിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ആ കടപ്ലാവേലെ വലിയ കടപ്ലാവേലെ മൊത്തം പറിച്ചു കേട്ടോ. അവർ കുറേ നിർത്തിയിട്ട് ബാക്കിയെല്ലാം പറിച്ചു കൊടുത്തു. അപ്പോൾ മോളമ്മയ്ക്ക് കുറേ കടച്ചക്കയൊക്കെ കൊടുത്തു വിടുന്നുണ്ട്. അച്ചമ്മയ്ക്കുള്ളതുണ്ട്, രാധമ്മയ്ക്കുണ്ട്, നമ്മക്കുണ്ട്. ഇപ്പോൾ ഇയാണ്ട് നമുക്ക് നമ്മുടെ ചെറിയ കടപ്ലാവേലുണ്ട്. അത് മൂപ്പായി വരുന്നേ ഉള്ളൂ കേട്ടോ. മോളമ്മ കയറി വരുന്നുണ്ട്. അടി നമ്മുടെ ചെടിയെല്ലാം നല്ല പൂവായി അല്ലേ? സെറ്റായി സെറ്റായി. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാ ഇതെന്താ കർപ്പൂരം. അതിൻ്റെ 2-3 ഐറ്റം ഉണ്ട് ഇവിടെ. എല്ലാം മുട്ടായിട്ട് വരുന്നുണ്ടോ, ഇഷ്ടം പോലെ ഉണ്ടേ. അതെല്ലാം കൂടെ പൂക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത്. അപ്പം ഇന്ന് വറുത്തരച്ച് കടച്ചക്ക അല്ലേ? ഇതിപ്പോൾ ആർക്കൊക്കെ? അച്ചമ്മയ്ക്കുണ്ട്, രാധമ്മയ്ക്ക് ഒരെണ്ണം കൊടുക്കണമെന്ന് പറഞ്ഞു. നമുക്കുണ്ട്, ഇത് 4 ഉണ്ട്. മൂത്ത് വരുന്നതേ ഉള്ളേ. ചിലതൊക്കെ നല്ലതായിട്ട് മൂത്തുള്ളൂ. പിന്നെ തോരൻ വെക്കുവോ ഒക്കെ ചെയ്യാലോ. അന്നേരം ആ ചേച്ചി ഇന്നലെ പറിച്ചപ്പോൾ എനിക്കുള്ള വെച്ചിരുന്നതാ. അന്നേരം ഞാൻ ഇപ്പോഴാണ് പോയി എടുത്തോണ്ട് വരുന്നേ. അന്നേരം ഇത് കൊണ്ട് വെച്ചിട്ട് വേണം അടുത്ത പരിപാടിയിലോ. അപ്പോൾ അച്ചമ്മയെ വിളിക്കാമല്ലോ. അച്ചമ്മയ്ക്ക് 2 കൊടുത്തു വിടണ്ടേ? അച്ചമ്മയെ വിളിക്കാൻ പോവാ. അച്ചമ്മയ്ക്ക് 3 കണ്ടാ തന്നേന്ന് തോന്നുന്നു. അവിടെ ഇരിപ്പുണ്ടല്ലോ. നമുക്ക് ഒരെണ്ണം മതി. രാധമ്മയ്ക്ക് ഒരെണ്ണം കൊടുക്കാം. അല്ലെങ്കിൽ അച്ചമ്മയ്ക്കും എന്തായാലും വേണം കൊണ്ടുപോട്ടെ. എന്നാ നമുക്കുണ്ടല്ലോ, വേണേൽ പറിച്ചെടുക്കാമല്ലോ. അതുകൊണ്ട് അച്ചമ്മയെ വിളിച്ചിട്ട് കയറി വരുവാണേലേ കൊടുത്തേക്കാം. ഇരുന്നാലും പാടിപ്പോ കൊണ്ടുപോയി അന്നേരം കറി വെക്കട്ടെ. ഞാനിത് കൊണ്ടുവെക്കട്ടെ. രാവിലെ പാഷൻ ഫ്രൂട്ട്സ് അല്ലേ? ഇത് കഴിഞ്ഞ ദിവസം ഞാൻ അപ്പുറത്തെ ചേച്ചി എടുത്ത് പോയപ്പം അവിടെ ഉണ്ട് പ്രാഷൻ പൊട്ട. അന്നേരം അവിടെ 2 പറിച്ചോണ്ട് വന്നു. ഇത് ചുമലയാ, മഞ്ഞയല്ല. ചുമല പ്രാഷൻ പൊട്ട. ഇത് നല്ല മധുരം കേട്ടോ. ഞാനത് ഇത് കേടായി പോകാതിരിക്കാനായിട്ട് ഇത് കണ്ടിച്ചെടുക്കാൻ മാത്രം കത്തിക്കൊട്ടും മുറിച്ചില്ല കേട്ടോ. കണ്ടിക്കാൻ ഭയങ്കര പാടാ. തേച്ചാൽ മതി. നല്ലതല്ലേ? നല്ല സാധനമല്ലേ? കുഴപ്പമില്ല. കടല ശകലം മധുരം കൂടി ഇട്ടല്ലേ? അപ്പൊ ഇന്ന് അല്ല നാളെ യാത്രയാവൂല്ലേ? നാളെ പോകും. പിന്നെ ഞാൻ തന്നെ 2 ദിവസത്തെ 1-2 ദിവസം നിന്നിട്ടല്ലേ വരുള്ളൂ. ഒരു ദിവസം നിൽക്കും അല്ലേ? ഒരു ദിവസം നിൽക്കണം. ഇപ്പൊ ഇത്ര ദിവസം കൂടി നമ്മൾ പോകുന്നതല്ലേ? അതല്ലേ എത്ര ദൂരെയോ അല്ലേ? എന്നും പോകുന്നില്ലല്ലോ. അതുകൊണ്ട് ഒരു ദിവസം നിൽക്കണം എന്നുള്ള പ്ലാനിലൊക്കെയാണ് പോകുന്നത്. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് ബസ്സിനങ്ങ് പോവാം അല്ലേ? ട്രാൻസ്പോർട്ടിന് ഫ്രീ ആയിട്ട് പോകാം. ഇവിടുന്ന് എറണാകുളം ബസ്സുണ്ട്. സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ടുള്ള ബസ്സില്ലേ? എന്നാ അതിൻ്റെ പേരെന്നായിരുന്നു? പ്രിയദർശിനി. കുമിളി ഡിപ്പോയിൽ നിന്ന് ഇവിടെ ഓടുന്ന 3-4-5 ബസ്സുണ്ട്. പിന്നെ കട്ടപ്പന ഡിപ്പോ എല്ലാം ഇതാ പ്രിയദർശിനിയുടെ ഇത് ബോർഡുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ സർക്കാരിന്റെ സേവനത്തിൽ നമുക്ക് മൂവാറ്റുപുഴ പോയി ഇറങ്ങാല്ലേ? അതെ അതെ. എനിക്ക് കിട്ടുമെന്നറിയത്തില്ല, നോക്കുന്നുണ്ട് ആവശ്യം തന്നെ പോകാനായിട്ട്. കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എറണാകുളം ബസ്സാണെങ്കിൽ ഒറ്റ ബസ്സേല് ചെന്ന അവരുടെ അവിടുത്തെ ഇറങ്ങാം. സിറ്റിയിലിറങ്ങാം. ഇപ്പൊ എല്ലാ ബസ്സും അങ്ങനെ ഓടുവാണെങ്കിൽ എന്നാ നല്ലതായിരിക്കും. ജോലിക്കാർക്കും അല്ലേ, പെണ്ണുങ്ങൾക്കൊക്കെ എന്നാ നല്ലതായിരിക്കും. അങ്ങനെ ഒരു ബസ് എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പോകാൻ പറ്റണമെന്ന് ആഗ്രഹിക്കുന്നു. അല്ല, ഇവിടുന്ന് 7:10 എറണാകുളം ബസ്സുണ്ട്. രാവിലെ 7:10 5:50 അത് റിട്ടേൺ ഇങ്ങോട്ട് വരുന്നത് എപ്പോഴാണെന്നുള്ളത് അവിടെ ചോദിക്കണം. ആ ബസ്സിൽ കണ്ടക്ടറോട് ചോദിക്കുക. സീറോ ടിക്കറ്റാണ് അല്ലേ? ആ ടിക്കറ്റ് എടുക്കുമ്പോൾ ചോദിക്കുക പിന്നെ ഇങ്ങോട്ട് തിരിച്ച് റിട്ടേൺ എപ്പോഴാണ്. എന്നിട്ട് അതിൻ്റെ സമയം നോക്കിയിട്ട് ഇനി വന്നാൽ മതി. ഞാൻ ഭയങ്കര സന്തോഷത്തിലാട്ടോ. ഒത്തിരി നാളായി പോയിട്ട് പിന്നെ ഞാൻ പറയുന്നുണ്ടല്ലേ. അതെ, ബസ്സിൽ യാത്ര ചെയ്തിട്ടും കുറേ കാലമായി അല്ലേ? കുറേ കാലമായി ബസ് യാത്ര ചെയ്തിട്ട്. നമ്മൾ പോവാണേ എപ്പോഴും ഓട്ടോയ്ക്കോ അല്ലെങ്കിൽ കാർ വിളിച്ചോ ഒക്കെയല്ലേ പോകുന്നത്.
അന്നേരം ബസ്സിന് ഒത്തിരി നാളായി യാത്ര ചെയ്തിട്ട് അതെ. ബസ്സിലൊക്കെ ഇരുന്ന് കട്ടൊക്കെ അടിച്ച് പാട്ടൊക്കെ കേട്ട് പാട്ടൊക്കെ കേട്ട് നമ്മൾ മൂവാറ്റുപുഴ എറണാകുളമൊക്കെ പോകുന്ന ജോസേട്ടൻ്റെ വണ്ടിക്കായിരുന്നു. ജോസേട്ടനെ നമ്മളിപ്പോൾ കുറേ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നില്ല. ഭയങ്കര തിരക്കാണ് കേട്ടോ, ആളിന് ഭയങ്കര തിരക്കാണ്. ഞാൻ എന്നാൽ ഒരു പുള്ളിയുടെ വീട്ടിൽ വരെ പോയി ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നവരും എടുക്കണം 5 മിനിറ്റ്. എല്ലാവരും ഒന്ന് ജോസേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം ജോസേട്ടനെ ഒന്ന് കാണിക്കണമെന്നൊക്കെ ഓർത്ത് പുള്ളി തിരക്കിലാണ്. ഒരു ദിവസം 3-4 പ്രാവശ്യം നെടുമ്പാശ്ശേരി, എറണാകുളം, തിരുവനന്തപുരം അങ്ങനെ യാത്രയാണ്. കാരണം പുള്ളിയെ വിശ്വസിച്ച് ആശുപത്രി കേസൊക്കെ പിന്നൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഓട്ടം പുള്ളിക്ക് മടുപ്പെന്ന് പറഞ്ഞാൽ അത് പോകാതിരിക്കാനൊക്കെ വരാം. ആ വിശ്വാസമാണ്. കുറെ ബന്ധങ്ങളുണ്ടല്ലോ. അതെ. ആശുപത്രിയിലൊക്കെ ആണെങ്കിലും പ്രായമായ അമ്മച്ചിമാരെ കൊണ്ടൊക്കെ പോകുമ്പോൾ എല്ലാവരും വിളിക്കുന്നത്. എല്ലാവരും ജോസേട്ടനെയാണ് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മുടെ ജോസേട്ടനെ ഞാൻ ഈ അടുത്തിടയ്ക്ക് തന്നെ കാണിക്കാം. ഞങ്ങൾ ശ്രീകുട്ടൻ്റെ അപകടമൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് വിളിക്കുകയും പറയുകയും ഒക്കെ ചെയ്തു കേട്ടോ. തിരക്കായിരുന്നു. വരാം എന്ന് പറഞ്ഞിട്ട് വരാനൊത്തില്ല അല്ലേ, വന്ന് ഒരു നേരിലൊന്നും കാണാൻ പറ്റിയില്ല. 3-4 പ്രാവശ്യം വിളിച്ച് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. പിന്നെ നമ്മൾ വലിയ പേടിക്കാനൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളി വരാഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ജോസേട്ടനുമായിട്ടുള്ള ആ ബന്ധമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ടാക്സി ഇപ്പോൾ വിളിയില്ലല്ലോ, നെടുമ്പാശ്ശേരിക്ക് പോക്ക് കുറവായതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇനിയിപ്പോൾ നമ്മൾ ജോസേട്ടനെയൊക്കെ പലപ്പോഴും കാണിക്കുന്നതായിരിക്കും. അതെ. നമ്മുടെ കൊച്ചു വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അപ്പുറത്തുള്ള ബെൽ ബട്ടനൊക്കെ അടിച്ചു പൊട്ടിക്കണം. പിന്നെ നമ്മൾ നാളെ ഞാൻ മൂവാറ്റുപുഴയ്ക്ക് പോകുമ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം.